ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. വണക്കം മക്കളെ, എന്തെല്ലാം സുഖമല്ല എൻ്റെ മക്കൾക്ക്? യെസ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് മക്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഈ ഒരു ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും വിത്ത് ഷോർട്ട് ആക്കിയിട്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടാണ്. കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരു ചാപ്റ്റർ ഇത്രയും ചെറിയ സമയം കൊണ്ട് എൻ്റെ മക്കൾക്ക് എടുത്തു തരാനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, ഞാൻ അത്രത്തോളം ഷോർട്ടാക്കി നിങ്ങൾക്ക് എന്താണോ എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ വേണ്ടത് ആ കാര്യം മാത്രമാണ് എടുത്തു തരുന്നത്. സോ ആദ്യം മുതൽ അവസാനം വരുന്ന മക്കൾ കാണാൻ നമുക്ക് സെറ്റാക്കി പഠിക്കാം. നമുക്കിന്ന് കിടിലാക്കണം. മാത്രമല്ല ഇന്ന് കാലിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസ് മെഗാ മാരത്തോൺ വെക്കുന്നുണ്ട്. ഈ ഓൺ എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും പക്കാ ഷോർട്ടാക്കിയിട്ട് മക്കളെ മറക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചർച്ച ചെയ്യും, സെറ്റാക്കാം. യെസ്, ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കണക്ഷൻ കിട്ടാതെ പോകുന്നതാണ് എല്ലാവരും ഏറ്റവും വലിയ പ്രശ്നം. ഈ ചാപ്റ്റർ മനസ്സിലാക്കി വെക്കാം. 3 കാലഘട്ടം എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ വേൾഡ് ഹിസ്റ്ററിയെ 3 കാലഘട്ടമാക്കിയിട്ട് ആൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഈ ആൻഷ്യൻ ഹിസ്റ്ററി നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് കാലഘട്ടങ്ങൾ. ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാർ തന്നെ ഗ്രീക്ക് റോമൻ കൾച്ചർ അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് മിഡീവൽ ഹിസ്റ്ററി ആയപ്പോഴത്തേക്കും ഈ കൾച്ചർ എന്ത് ചെയ്തു, രാജാക്കന്മാർ ഭരിച്ചിട്ട് പിന്നീട് മിഡീവൽ ഹിസ്റ്ററി ഈ രീതിയിലായിരുന്നു രാജഭരണം. രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു, താഴത്തെ നോബിൾസ്, അതിൻ്റെ ഏറ്റവും താഴത്തെ സാധാരണക്കാർ, അവരാണെന്ത് ഈ ഫ്യൂഡലിസം ഒക്കെ അനുഭവിച്ച ആൾക്കാർ. അവരെ നിന്നിട്ട് ഈ മിഡീവൽ പീരീഡിൽ നിന്ന് മോഡേൺ പീരീഡിലേക്ക് വന്ന ചേഞ്ച് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ എന്താ വെച്ചാൽ, പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവിടെ രാജാക്കന്മാരെ ഭരിച്ചത്. ആ രാജാക്കന്മാരുടെ ഒരു ചേഞ്ച് വന്നതാണ് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ രാജാക്കന്മാർ ആ കാലഘട്ടത്തിൽ വിളിക്കുന്ന പേര് സ്കോളാസ്റ്റിസിസം. അതിന് ഹ്യൂമനിസത്തിലേക്ക് വന്ന കൺവേർഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇപ്പം എൻ്റെ മക്കൾക്ക് ഒരു കറക്റ്റ് ഒരു ഓർഡർ കിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തെ കാലത്ത് സ്കോളാസ്റ്റിസം അല്ലേ, ആ കാലഘട്ടം പറഞ്ഞ 13th സെഞ്ചുറി. ആ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക മക്കളെ, 13th സെഞ്ചുറി റൂളേഴ്സ് യൂറോപ്പ് ഹാഡ് ഡിനൈഡ് റാഷണലിസം. റാഷണലിസം ഒക്കെ എന്ത് ചെയ്തിരുന്നു, യുക്തി ചിന്തിക്കുന്നവരൊക്കെ നിഷേധിച്ചിരുന്നു. കാരണം ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ആർക്കേനി പ്രശ്നം, അന്നത്തെ രാജാക്കന്മാർക്കേനി. കാരണം അവർ ചിന്തിച്ച് ജനങ്ങളെല്ലാവരും ബോധ്യപ്പെടുത്തുന്ന രാജാക്കന്മാർ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ 13th സെഞ്ചുറി ദ റൂളേഴ്സ് ഡിനൈഡ് റാഷണലിസം. മാത്രമല്ല ഇനി സംസാരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, ആസ് എ റിസൾട്ട് മെനി ഓഫ് ദി തിങ്കേഴ്സ് വർ സബ്ജക്റ്റഡ് ടു ക്രൂവൽ പ്രിസക്ഷൻ ആൻഡ് ഇംപ്രസന്റ്. അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതേപോലെ തന്നെ ജയിൽ വാസത്തിന് എന്ത് ചെയ്തിന് ഇരാക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊരു 100 വർഷങ്ങൾക്ക് ശേഷം ദ 14th സെഞ്ചുറി എ സീരീസ് ഓഫ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ്. പിന്നീട് എന്ത് ചെയ്തു, ഒരു 100 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആൾക്കാർ ചിന്തിക്കലും കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യുന്നു, പീഡനത്തിനൊക്കെ അല്ലെങ്കിൽ ജയിൽവാസമൊക്കെ ആക്കുമ്പോൾ പ്രശ്നമല്ലാണ്ട് എന്ത് ചെയ്തു, ഒരു 100 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു, അവിടെ സീരീസ് ഓഫ് ചേഞ്ചസ് വന്നു. ആ 3 പോയിന്റ് മനസ്സിലാക്കുക, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയർ. ആ മാറ്റത്തെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റിനൈസൻസ്. അപ്പോൾ റിനൈസൻസ് ആണ് എന്ത് മനസ്സിലാക്കുക, ടുക്ക് പ്ലേസ് ഇൻ സീരീസ് ഓഫ് ചേഞ്ചസ് ഈസ് കോൾഡ് എന്താണ്, റിനൈസൻസ് ആണ്. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കലുമായിട്ട് ചേഞ്ച് വരുന്നതിനെയാണ് എന്ത് വിളിക്കുക, റിനൈസൻസ് എന്ന് വിളിക്കുക. ഒരു മാർക്കും ചോദിക്കും, പക്ക പോയിന്റ് ഞാൻ ഏകാലം കൃത്യമായിട്ട് പറയാം, മനസ്സിലാക്കിയേക്കാം. അവിടെ നിന്ന് ചേഞ്ച് വന്നു. ഈ ചേഞ്ച് ആദ്യമായിട്ട് വന്നത് എവിടെയാണ് മക്കളെ, ഇറ്റലിയിലാണ്. അപ്പോൾ 13th സെഞ്ചുറിയിൽ റാഷണലിസം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഡിനൈൻഡ് റാഷണലിസം ആയിരുന്നു. ബട്ട് 14th സെഞ്ചുറി ആയപ്പോൾ എന്ത് ചെയ്തു, ചേഞ്ച് വന്നു. ഈ ചേഞ്ച് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്, ഇറ്റലിയിലാണ്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ആദ്യം ചോദിക്കും, എന്താണ് ഈ റിനൈസൻസ് വന്ന മാറ്റങ്ങൾ? ഈ ഇറ്റലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ റിനൈസൻസ് വരാണ്ടായ കാരണങ്ങൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചുകൾ എന്തൊക്കെ ചോദിക്കും മക്കളെ. ഒന്നാമത്തേതാണ് ഈ പോയിന്റ് പഠിച്ചേക്കുക. ഒന്ന്, ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ എന്ത് ചെയ്തു, കാര്യങ്ങൾ മാറി, മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് കാഴ്ചപ്പാടായി. സ്പ്രെഡ് ദ സെക്കുലർ വാല്യൂസ്, മതേതരത്വ മൂല്യത്തിന് എന്ത് ചെയ്തു, പ്രാധാന്യം എന്ത് ചെയ്തു, അവിടെ വന്നു. മതേതര മൂല്യങ്ങൾക്ക് വ്യാപനം കൃത്യമായിട്ട് നടന്നു. അതുപോലെ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, അഥവാ നാഗരിക ജീവിതത്തിൽ എന്ത് ചെയ്തു, വളർച്ച ഉണ്ടായി. അതേപോലെ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, എന്ത് ചെയ്തു, കച്ചവടത്തിന് എന്ത് ചെയ്തു, പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾക്ക് എന്ത് ചെയ്തു, പ്രാധാന്യം ലഭിച്ചു. അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, എല്ലാ കാര്യം എന്ത് ചെയ്തു, 13th 14th വന്നപ്പം എന്ത് ചെയ്തു, മാറ്റം വന്നു. ഇതിൽ 4 പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. എക്സാമിന് എന്തെങ്കിലും ചോദിച്ചു വെക്കും, അത് പഠിച്ചു വെക്കാൻ ഏറ്റവും മനസ്സിലാക്കിയാൽ മതി. ഒരു നാട് വളരുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും, പ്രോഗ്രസ് ട്രേഡ് ഉണ്ടാവും, മോണിറ്ററി എക്കണോമി ഉണ്ടാവും, അതേപോലെ എന്ത് ചെയ്യും, അർബൻ ലൈഫ് ഗ്രോത്ത് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 പോയിന്റ് പഠിച്ചു വെക്കുക. ആ രീതിയിൽ എന്ത് ചെയ്തു, മാറ്റം വന്നു. ഈ മാറ്റങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്, ഞാൻ പറഞ്ഞു, ഇറ്റലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു എസ്സേ ചോദ്യമായിട്ട് മക്കൾ ചോദിക്കും, എന്തുകൊണ്ടേക്കും ഇറ്റലി വരാനുള്ള കാരണം. 6 പോയിന്റ് ഉണ്ട്, ആ 6 പോയിന്റ് പഠിച്ചേക്കാം മക്കൾ. ഈ 6 പോയിന്റ് മാത്രം എസ് ചെയ്താൽ മതിയോ, പോരാ. ഈ പോയിന്റിൽ ഒരു 2-3 പോയിന്റ് എക്സ്ട്രാ സബ് പോയിന്റ് പഠിച്ചു വെക്കണം. എന്തൊക്കെ മാറ്റങ്ങൾ നോക്കി. ഒന്നാണ് ഇൻഡിപെൻഡന്റ് സിറ്റീസ് ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്സസ്, അതോ സ്വതന്ത്ര നഗരങ്ങളിൽ സമ്പന്നമായ വിഭാഗങ്ങളുടെ ആവിർഭാവം ഉണ്ടായി. ദ ക്രൂസൈഡ്സ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അടുത്ത അവിടെ ഒരു യുദ്ധം നടന്നു.
കുരിശ് യുദ്ധവും അതേപോലെ സാംസ്കാരിക കൈമാറ്റം. അടുത്താണ് ബ്യൂബോണിക് പ്ലാഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്. ബ്യൂബോണിക് പ്ലാഗ് എന്ന രോഗമാണ്. ആ ബ്ലാക്ക് ഡെത്ത് വന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നവോത്ഥാനത്ത് മാറ്റം വന്നിട്ടുണ്ട്. അടുത്താണ് പ്രോസ്പെരിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി. സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യമൊക്കെ എന്ത് ചെയ്തു, ഇറ്റലി വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, മാറ്റം വന്നിട്ടുണ്ട്. ഗ്രോത്ത് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയിലും സാഹിത്യത്തിലുണ്ടായ വളർച്ച. അടുത്തതാണ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതും ഇറ്റലിയിൽ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് മാത്രം മനസ്സിലാക്കി നിങ്ങൾക്ക് എസ് എയിൽ മാർക്ക് കിട്ടില്ല. ഓരോന്ന് 2-3 പോയിന്റ് അടിക്കുക. ഒന്ന്, എങ്ങനെയാണ് നഗരങ്ങൾ ഇറ്റലിയിൽ എങ്ങനെയാണ് ഫ്രീഡം കിട്ടാൻ ഏറ്റവും കൂടുതൽ റിനൈസ് നടക്കാനുള്ള കാരണം ചോദിക്കും. ഒന്നാമത്തെ ഇത്രയേ ഉള്ളൂ, അന്നത്തെ സിറ്റീൻ്റെ ആദ്യം ഞങ്ങൾ എഴുതി വെക്കേണ്ടതാണ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് വെൽത്തി ആൻഡ് ഡൈനാമിക്. ദേവർ മോർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതൊക്കെ കൃത്യമായിട്ട് പറയാൻ കൂടുതൽ സ്വാതന്ത്ര്യവും സമ്പന്നവും ഊർജ്ജസ്വലമായിരുന്നത് അവിടുത്തെ സിറ്റീസ്. മാത്രമല്ല സിറ്റീസിൽ എന്തിനെ കുറിച്ച് അവർക്ക് അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ആ കാലത്ത് തന്നെ അവർക്ക് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടും അതേപോലെ ബാങ്കിങ്ങും ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഐഡിയ എന്തുണ്ടെന്ന് അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല അതോടെ എന്ത് ചെയ്തു, അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെനി ഓഫ് ദം വെൽത്തി ത്രൂ ട്രേഡ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അതിസമ്പന്നമായിട്ട് മാറിയിട്ടുണ്ട്. ഈ 3 പോയിന്റ് അടിച്ചാൽ മതി. എന്തൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് സിറ്റീസിൻ്റെ പ്രത്യേകത? മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി, ഡൈനാമിക് ആയിരുന്നു. മാത്രമല്ല അവെയർ അബൌട്ട് ബാങ്കിങ്, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്തു, അതിസമ്പന്നരായി മാറി. അതുകൊണ്ട് തന്നെയാണ് സിറ്റീസ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നത്. സിറ്റീസ് മീൻസ് ഇൻഡിപെൻഡൻറ്റ്. കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് സ്വതന്ത്ര നഗരങ്ങൾ, ഇൻഡിപെൻഡൻറ്റ് സിറ്റീസ്. ഇനി നോക്കിയോളി എങ്ങനെയാണ് വെൽത്തി ക്ലാസ്സസ്. ഇനി അടുത്ത പോയിന്റാണ് വെൽത്തി ക്ലാസ്സസ്. വെൽത്തി ക്ലാസ്സസിന് ഏറ്റവും പ്രധാനത്തെ അറിയോ, 11th സെഞ്ചുറി ആയപ്പോഴത്തേന് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് മിഡീവൽ ഫ്യൂഡലിസം എന്ത് ചെയ്തു, തകർന്നു. ആ തകർന്നോടെ എന്ത് ചെയ്തു, പുതിയ ക്ലാസ്സുകൾ, എമർജൻസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്സസ് എന്ത് ചെയ്തു, അവിടെ വന്നു. സിമ്പിളായിട്ട് പറയാം, ഒരു നാട്ടിൽ എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാർ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല ജോലി കിട്ടൂലേ. ഇപ്പം നിങ്ങൾ ഒരാൾ ഗൾഫ് പോയി പൈസ ഉണ്ടാക്കി നിങ്ങളെ കുടുംബക്കാരൊക്കെ കൊണ്ടായി നിങ്ങളുടെ കുടുംബം ഒന്ന് നന്നായിട്ട് പൈസ തന്നല്ലേ. അപ്പോൾ ഇപ്പോൾ അവൻ്റെ കുടുംബം ഉഷാറായി സെറ്റപ്പായില്ലേ. അതേപോലെ എന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാർ ട്രേഡ് ചെയ്തു, അവിടെ ഫ്യൂഡലിസം തകരുകയും എമർജൻസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്സസ് വന്നു. ആ ക്ലാസ്സസ് എന്ത് ചെയ്തു, ഒന്നുകൂടി എമർജ്ഡ് ആയിട്ട് മാറുകയും അവരെന്ത് ചെയ്തു, പൊളിറ്റിക്കൽ പവറും ഷെയറൊക്കെ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന ഈ സിറ്റീസിൻ്റെ പേരാണ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കേണ്ടത്. മെഡിച്ചി ഏതാണ്, ഫ്ലോറൻസ് ആണ്. സ്ഫോർസ മിലാനാണ്. ഫർണീസി പാർമയാണ്. ഒർസിനി നേപ്പിൾസ് ആണ്. വിസ്കോന്തി എന്താണ്, മിലാനാണ്. ഈ രീതി മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇതിന് ഷോർട്ട് ജസ്റ്റ് എൻ്റെ മക്കൾ പറയാം. സഫകോന്തത്തി നാലേക്കട്ടോ എൻ്റെ മക്കൾ ഞാൻ ജസ്റ്റ് പറയാണ്. സഫകോന്തത്തിക്ക് മിലാൻ ഇഷ്ടമാണ് നാലേക്ക. സഫകോന്തത്തിക്ക് മിലാൻ ഇഷ്ടം. അത് സ്ഫോർസ വിസ്കോന്തി സ്ഫോർസ വിസ്കോന്തി ഒക്കെ ഏതാണ്, മിലാൻ ഉണ്ടോ. സ്ഫോർസ വിസ്കോന്തി രണ്ടും ഏതാണ്, മിലാനാണ്. പക്ഷെ മിലാൻ ഇഷ്ടം 2 ഇരട്ട മക്കളെയാണ്. ആ ഇരട്ട മക്കളെ പേര് പഠിച്ചേക്കുക. ഒന്നിൻ്റെ പേരാണ് ഫർണീസി, മറ്റേതിൻ്റെ പേരാണ് ഒർസീനി. ഫർസീനിനെ കാണാൻ പാർമയാണ്, ഒർസീനിനെ കാണാൻ നേപ്പിൾ ലുക്കാണ് നാലേക്ക. അപ്പോൾ എന്ത് ചെയ്താൽ മക്കളെ നോക്കിക്കോളി. സഫോർസ വിസ്കോന്തി മിലാനാണ്. ഫർണീസി ഏതാണ്, ഫർണീസി പാർമയാണ്. ഒർസിനി നേപ്പാളാണ്. എന്ത് ചെയ്യുക, ആ രീതിയിലൊന്ന് ആലോചിച്ച് വെക്കുക. എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്ത് കിട്ടും. രണ്ടാമത്തെ ക്രുസൈഡ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. കുരിശുദ്ധം എങ്ങനെ മാറ്റം വന്നു. ആദ്യം കുരിശുദ്ധം എന്താണെന്നറിയാം. ആരൊക്കെ തമ്മിൽ നടന്നത് കുരിശുദ്ധം എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയേക്കുക. ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാംസ്, ബിലീവേഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം മതക്കാരും അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതക്കാർ തമ്മിൽ നടന്ന യുദ്ധമാണ്. ഏതിനാണ്, ഫോർ ദ ഹോളി ലാൻഡ് ഓഫ് ജെറൂസലേം എന്ന് പറഞ്ഞ ഹോളി ലാൻഡ് വേണ്ടിയിട്ടാണ് നടന്നത്. ഇതിലൂടെ എന്താ നടന്ന് നോക്കിക്കോട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലൂടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോയിന്റ് നിങ്ങൾ എഴുതിക്കണം. കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈ യുദ്ധം നടന്നോടെ എന്ത് ചെയ്തു, അവിടെ സാംസ്കാരിക വിനിമയത്തിന് എന്ത് ചെയ്തു, വഴി തെളിച്ചു. അത് കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു. അതോടെ ഇവർ എന്തൊക്കെ അക്വയർഡ് എന്നറിയോ, അവിടെ പോയിട്ട് എന്ത് ചെയ്തു, കൾച്ചർ കൃത്യമായിട്ട് കിട്ടി, സിറ്റീസ് കൃത്യമായിട്ട് മനസ്സിലായി, പീപ്പിൾ ഇൻ ദ ഈസ്റ്റേൺ വേൾഡിൽ ജനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലായി. ഇതൊക്കെ എന്ത് ചെയ്തു, നല്ല മാറ്റം വന്നു. പണ്ടേ കാലത്ത് ഇതൊന്നും സമ്മതിക്കില്ല. ആ സമയത്ത് ക്രുസൈഡ്സ് ആണ് യുദ്ധം നടന്നതോടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള രാജ്യങ്ങൾ പോകുന്നു. ആ രാജ്യത്തെ മാറ്റങ്ങൾ ഇറ്റലി വരുന്നു. ആ ഇറ്റലി വരുമ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ആൾക്കാർക്ക് ബോധ്യം വന്നു, ഇതല്ല ഇവിടെ ചേഞ്ച് വരണം. അതാണ് അക്വയർഡ്. അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും സിറ്റീസും അവിടുത്തെ പീപ്പിൾസിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, അവിടെ മാറ്റങ്ങൾ വന്നു. അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇറ്റലിയിൽ കാരണമായിട്ടുണ്ട്. ബ്യൂബോണിക് പ്ലാഗിനെ ചോദിക്കുകയാണെങ്കിൽ വെച്ചാൽ ഹിൻ്റൊക്കെ ചോദിക്കും. എസ് ഹിൻ്റായിട്ട് ബ്യൂബോണിക് പ്ലാഗ് ചോദിക്കുകയാണെങ്കിൽ മക്കൾ വെച്ചാൽ മിഡ് 14th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്തത്, ഈ രോഗം വന്നത്. ഈ രോഗം വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, 30 to 60% ടോട്ടൽ യൂറോപ്യൻ പോപ്പുലേഷൻസ് ഒക്കെ പെറിഷ്ഡ് ആയിട്ടുണ്ട്. അഥവാ അവരൊക്കെ എന്ത് ചെയ്ത് നശിച്ചു പോയിട്ടുണ്ട്. ചില പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോസ്റ്റ് അപ്പ് 80% ആൾക്കാർ എൻ്റെ വില്ലേജ് ഒക്കെ പോയ അവസ്ഥ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടായാലും എന്ത് ചെയ്തറിയോ, ഫ്യൂഡൽ സിസ്റ്റം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഫ്യൂഡൽ സിസ്റ്റം ബിഗാൻ ടു അഥവാ എന്ത് ചെയ്തു, ഡെസ്റ്റാബിലൈസ്
ഫേസ് ചെയ്തു, അഥവാ ഫ്യൂഡൽ വ്യവസ്ഥിതി അസ്ഥിരപ്പെടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് അതേ സമയത്ത് തന്നെ ടെക്നോളജി ഇന്നോവേഷൻസ് ഒക്കെ എന്ത് ചെയ്തു കണ്ടെത്തി. അഗ്രികൾച്ചർ പ്രാക്ടീസ് ഒക്കെ എന്ത് ചെയ്തു അണ്ടർവെൻ ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്. കാർഷിക രീതിയിലൊക്കെ എന്ത് ചെയ്തു മാറ്റം വന്നു. അതുവരെ ഫ്യൂഡലിസം ആണല്ലോ ആളെ ഭരിച്ചത്, ഫ്യൂഡൽമാരാണല്ലോ. അപ്പോൾ ഈ രോഗം വന്നവിടെ 30-60% എന്ത് ചെയ്തു ആൾക്കാർ എന്ത് ചെയ്തു മരണപ്പെട്ടു. അവിടെ എന്ത് ചെയ്തു കഠിനമായി തൊഴിലാളികൾക്ക് ക്ഷാമം വന്നു. ആ ക്ഷാമം വന്നവിടെ മിഡീവൽ ഫ്യൂഡൽസിൻ്റെ തകർച്ച വന്നു. ആ സമയത്ത് തന്നെ പോലെ എന്ത് ചെയ്തു പുതിയ യന്ത്രങ്ങളും മെഷീൻസൊക്കെ എന്ത് ചെയ്തു ഈ സാധാരണക്കാർ കണ്ടെത്തി. അങ്ങനെ മെല്ലെ മെല്ലെ ഈ രോഗം വന്നത് എന്ത് ചെയ്തിട്ടുണ്ട് അവിടുത്തെ യന്ത്രങ്ങളും ബാക്കിയുള്ളതൊക്കെ മാറ്റം വന്നിട്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൺസിക്വൻ്റ്ലി സ്വാഭാവികമായിട്ട് വന്ന മാറ്റം കൃത്യമായിട്ട് ദേ ഡിക്ലൈൻ ദ മിഡീവൽ ഫ്യൂഡലിസം ദാറ്റ് ഹെവിലി റിലൈൻഡ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ ഫർദർ മോർ ഫെസിലിറ്റി ന്യൂ കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്. സ്വാഭാവികമായിട്ട് അതൊക്കെ എന്ത് ചെയ്തു അവിടുത്തെ ഫ്യൂഡലിസം എന്ത് ചെയ്തു തകർത്തു. അപ്പോൾ നോക്കിക്കോളി, ഇറ്റലിയിൽ ഏറ്റവും പ്രത്യേകത ഈ 6 കാര്യങ്ങൾ നടന്നതോടെ അവിടെ ഫ്യൂഡലിസം തകരുന്നു, മിഡിൽ ക്ലാസ് ഉഷാറാകുന്നു. ഫ്യൂഡലിസം തകരുന്നു, മിഡിൽ ഫാമിലി ഉഷാറാകുന്നു. ഫ്യൂഡലിസം തകരുന്നു, എല്ലാത്തിലും ആ രീതിയിലാണ് മനസ്സിലാക്കുക. അതേപോലെ എന്ത് ചെയ്തു ആൾക്കാർ പിന്നീട് പണ്ടത്തെ കാലത്ത് ആദ്യം ഉണ്ടായ ആൻഷ്യൻ പീരീഡ് ഉണ്ടായ ഗ്രീക്കോ റോമൻ കൾച്ചറൊക്കെ ഉണ്ടായ കാലത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു സോർട്ട് ഔട്ട് ചെയ്യും, കളക്ട് ചെയ്യും, ഇൻക്ലൂഡ് ഒക്കെ ചെയ്തു. ആർക്കിടെക്ചർ റിമൈൻസ് ഒക്കെ ഒന്ന് കൊണ്ടുവന്നു. അതെന്ത് ചെയ്തു മാറ്റം വന്നിട്ടുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ചോദ്യം, കോൺസ്റ്റാന്റിനോപ്പിൾ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തിയത് നോക്കിക്കോളി. ഗ്രീക്കോ റോമൻ സ്കോളേഴ്സ് ഇറ്റാലിയൻ സിറ്റിയിലേക്ക് എന്ത് പോയി, അത് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ പറഞ്ഞാൽ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്ത്. അവിടെ ഇനി നല്ല മൻസ്ക്രിപ്റ്റ്സ് പറഞ്ഞാൽ പുരോഹിതന്മാരായിട്ടുള്ള നല്ല ആൾക്കാരാണ്, പണ്ഡിതന്മാർ. അവരൊക്കെ എന്ത് ചെയ്തു ഗ്രീക്കോ റോമൻകാരൊക്കെ എങ്ങോട്ടേക്ക് പോയി, ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലിയിലേക്ക് പോവുകയല്ല, അന്ന് അവിടേക്ക് പോവുകയും അവിടെ റിസർച്ചും സ്റ്റഡീസൊക്കെ എന്ത് ചെയ്തു നടത്തി, ലൈബ്രറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അവരവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്തു സർവകലാശാല ഉണ്ടാക്കി, പഠനങ്ങൾ തുടങ്ങി, ഗ്രന്ഥാലയങ്ങളൊക്കെ എന്ത് ചെയ്തു സെറ്റപ്പാക്കി. സ്വാഭാവികമായിട്ട് ഇപ്പം ട്രേഡായിട്ട് ഒരു സെറ്റാണ്, ആ സമയത്ത് എഡ്യൂക്കേഷനായിട്ട് എന്ത് ചെയ്തു ഒരു സെറ്റായി. സ്വാഭാവികമായിട്ട് കോൺസിക്വൻ്റ്ലി കൾച്ചർ ആൻഡ് ഇൻ്റലക്ച്വൽ സ്ഫിയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു സെറ്റപ്പായിട്ട് അവിടെ വരികയും ചെയ്തു. അതോടെ എന്ത് ചെയ്തു നല്ല രീതിയിൽ റിനൈസൻസ് വന്നു. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ വിളിക്കുക 18th സെഞ്ചുറി വിളിക്കുന്ന പേരാണ് സ്കോളാസിസം. അത് മാറ്റി വരാൻ ഇറ്റലിയിലെ 6 കാര്യങ്ങളോ അത് യൂറോപ്പിലൊക്കെ എന്ത് ചെയ്തു നല്ല രീതിയിൽ മാറ്റം വന്നു. സ്വാഭാവികമായിട്ട് അതിന് ഇതിലേക്ക് ചേഞ്ച് വന്നു. ഹ്യൂമനിസം മാനവികതയിലേക്ക് ചേഞ്ച് വന്നു. മനസ്സിലായല്ലോ നമുക്കൊക്കെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റലിയിൽ വന്ന മാറ്റമാണ് യൂറോപ്പിൽ വന്ന മാറ്റം എന്ന് മനസ്സിലാക്കിയേക്കുക. ആ 6 കാര്യങ്ങൾ എന്ത് ചെയ്തു മിഡിവൽ ഫ്യൂഡൽസ് തകർക്കുകയും മിഡിൽ ക്ലാസ് എന്ത് ചെയ്തു ഗ്രോത്ത് വന്നു, മനുഷ്യന്മാർക്ക് എന്ത് ചെയ്തു പ്രാധാന്യം വന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പണ്ടത്തെ കാലത്തെ ചിത്രം നോക്കിയാൽ മതി. കണ്ടല്ലോ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ അന്ന് പുരോഹിതന്മാർ തന്നെ വാല്യുണ്ട്, ചിത്രത്തിലൊക്കെ മാലാകന്മാരും ദൈവത്തിനൊക്കെ ഇതിന് പ്രാധാന്യം. പക്ഷേ പിന്നീട് മാനവികത ആയപ്പോൾ എന്തു മനുഷ്യന്മാരുടെ യുണീക്നെസ്സിന് ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്തു പ്രാധാന്യമായിട്ട് മാറി. എൻ്റെ മക്കൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് എക്സാമിന്, ഞാൻ ഓൺ എക്സാമിനാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിൽ പബ്ലിക് എക്സാമിന് നിങ്ങൾ ചോദിക്കും സ്കോളാസിസം മാനവികതയും തമ്മിലുള്ള വ്യത്യാസം പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ചോദിക്കും. ഇത്രയാണ് ഇവിടെ ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ തിയോളജി ആണ്, ക്രൈസ്തവ മതചിന്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നീടുള്ള കാലഘട്ടമായപ്പോൾ എന്ത് ചെയ്ത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യമായി. ഇവിടെ ദൈവത്തിനും പരലോക ജീവിതത്തിനാണ്, ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫിനാണെങ്കിൽ ഇവിടെ ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ആൻഡ് വേൾഡ് ലൈഫ്. മനുഷ്യനും ഈ ലോകത്തിൻ്റെ ഇത് പ്രാധാന്യം നൽകി. ഹ്യൂമനിസ്റ്റ് ഹൈലൈറ്റഡ് ദ യുണീക്നെസ്, ഇമോഷൻസ്, കാപ്പബിലിറ്റി, ലിറ്ററലി എക്സ്പ്രഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇൻഹെറിറ്റൻസ് ആൻഡ് ഹ്യൂമാനിറ്റി. മനുഷ്യൻ അന്തർലീനമായ വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണങ്ങൾക്ക് എന്ത് ചെയ്തു പ്രാധാന്യം വന്നു. അപ്പം മനസ്സിലാക്കി വെക്കുക, പണ്ട് ക്രിസ്ത്യൻ തിയോളജിയിൽ തന്നെ എല്ലാ കാര്യം പോയില്ലെങ്കിൽ അതിനൊക്കെ മാറ്റം വന്ന് എല്ലാവരും എന്ത് ചെയ്തു എല്ലായിടത്തും പോയി. ക്രൂസൈഡ്സ് നടന്നോടെ, ബാക്കിയുള്ളടത്ത് കൾച്ചർ എക്സ്ചേഞ്ച് നടന്നു, വിപണികളൊക്കെ നടന്നോടെ, ടെക്നോളജി ഇന്നോവേഷൻസ് നടന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ തകർത്തോടെ എന്ത് ചെയ്തു അവിടുന്ന് മൻസ്ക്രിപ്റ്റ്സ് വന്നതോടെ എന്ത് ചെയ്തു എല്ലാവരും മനുഷ്യന്മാർക്ക് പ്രാധാന്യത്തിൻ്റെ രീതിയിലേക്ക് എന്ത് ചെയ്തു മാറുകയും പല ചേഞ്ചുകൾ എന്ത് ചെയ്തു വന്നു. ആ ചേഞ്ചുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പം നോക്കിയാൽ 12 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ചാപ്റ്ററിൻ്റെ പകുതി കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോന്നിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട സാധനങ്ങൾ ഇതിൽ ഏതെങ്കിലും ആൾക്കാർ തിങ്കേഴ്സിനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എഴുത്തുകാരെ പറഞ്ഞിട്ടെങ്കിൽ ആ തിങ്കേഴ്സിനെ മനസ്സിലാക്കിയേക്കുക. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് പറയണ്ടോ, എന്ത് കാര്യത്തിൽ ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം റിനൈസൻസ് ആർട്ട് എടുക്കുക. ആർട്ടിൽ 2 ചിത്രം തന്നിട്ട് എൻ്റെ മക്കൾ ചിലപ്പോൾ ചോദിക്കും എന്താണ് ഡിഫറൻസ് നോക്കിയാൽ. ഈ ചിത്രം മിഡീവൽ ഏജ് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. മിഡീവൽ ഏജ് പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകം നോക്കിയാൽ ടെൻഡ് ടു എംഫസിസ് സ്പിരിച്വൽ തീം. കണ്ടല്ലോ വലിയ സ്പിരിച്വൽ തീമും അതേപോലെ സച്ച് ആസ് ദ ഏഞ്ചൽസ് ആൻഡ് ഹെവൻലി റിയലൈംസ് ആണ് ഇവിടുത്തെ ചിത്രങ്ങൾ. കണ്ടോ ഏഞ്ചൽസും പണ്ടത്തെ കാലത്തെ ചിത്രങ്ങളുണ്ടോ ഇവരുണ്ടായിരുന്നത് മിഡീവൽ പീരീഡിൽ. ഇനി നോക്കിയാൽ റിനൈസൻസ് പെയിൻറ്റിങ്സിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ ചിത്രത്തിൽ എന്താ മാറ്റം വന്നത്, ഇവിടെയൊക്കെ ദൈവത്തിനാണെങ്കിൽ ഇവിടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നോക്കി കണ്ടല്ലോ. യെസ് അത് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ഫോം. ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ഫോം പറഞ്ഞാൽ മനുഷ്യൻ്റെ ശാരീരിക സൗന്ദര്യത്തെ കൃത്യമായിട്ട് മാറി. ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് ഓഫ് യൂസ് ഓഫ് കളർ, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം, ഭൗതിക ഘടകങ്ങളൊക്കെ എന്ത് ചെയ്തു ഒന്നും നൽകി. എൻ്റെ മക്കളെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഒരാൾ ഈ ചിത്രങ്ങളിൽ കുറേ ആൾക്കാർ ചിത്രങ്ങൾ നമ്മൾ പഠിക്കാണ്ട്, ഇതൊക്കെ ചിത്രങ്ങൾ പഠിക്കാണ്ട്, ഇതിൽ ആര് ചിത്രം ചോദിക്കട്ടെ എന്നിട്ട് ചോദിക്കുന്നവരോട് ഈ ചിത്രങ്ങൾ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഈ ചിത്രങ്ങൾ ഈ കാലത്ത് എത്രത്തോളം പ്രാധാന്യം വന്നു, എന്ത് ചോദ്യം വന്നോട്ടെ, അല്ലെങ്കിൽ ഈ ചിത്രത്തെ കുറിച്ചിട്ട് ഈ ഗോൺ ഇൻ ദ ഗാർഡൻ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പരാമർശിക്കാനുള്ളത്, എന്ത് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക. എല്ലാ ചിത്രങ്ങളും എന്താണ് ഫോക്കസ് ഓൺ ബ്യൂട്ടി ആൻഡ് ഹ്യൂമൻ ഫോം, ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളർ. ഏത് ചിത്രവും റിനൈസൻസ് പെയിന്റിങ്ങിൽ വന്ന് മാറ്റതാണ്. അപ്പോൾ റിനൈസൻസ് പെയിന്റിങ്ങിൽ ലിയോനാർഡോ ഡാ വിഞ്ചി ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം
അതിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക എന്താണ് ഓൺ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ഫോമും ഒറിജിനാലിറ്റി നാച്ചുറൽ യൂസ് ഓഫ് കളർ. മാത്രമല്ല ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, അന്ന് മനുഷ്യന്മാരെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഈ കലാകാരന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നത് അനാട്ടമി പഠിച്ചു. ഈ ഓൾസോ മോസ്റ്റ് ഓഫ് ദം എന്ത് ചെയ്തിട്ടുണ്ട് അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് പഠിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ചോദ്യം നേക്കാൾ ഞാൻ പറഞ്ഞുതരും. അങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സിമ്പിൾ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് മസാച്ചിയോയുടെ റൗണ്ട് ഷേപ്പ് വാൾ പെയിന്റിങ് ഈ കാലത്ത് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡൗട്ടുള്ള അമ്മേ ഒക്കെ എങ്ങനെ ഈ കാലം മസാജിന് ചിത്രം എത്രയാണ് എല്ലാത്തിനും എങ്ങനെയാണെന്ന് പോയിന്റ് ഏക്കാലം പറഞ്ഞിട്ട് സെറ്റ് ആക്കി വെക്കുക. അപ്പം നോക്കിക്കോളി. അപ്പം റിനൈസൻസ് ആർട്ടിൽ ആ ചേഞ്ച് കണ്ടല്ലോ, ആ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ചുകൾക്കൊക്കെ തുടക്കം അല്ലെങ്കിൽ ഇതിനൊക്കെ കേന്ദ്രം എവിടെയാണ്? ഒരു മാർക്കിൻ്റെ മക്കൾ ചോദിക്കും ഫ്ലോറൻസ് ആന്തി. എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നോക്കിക്കോളി, മധ്യകാല ചിത്രങ്ങളും നവോത്ഥാന ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോളി. മധ്യകാലത്തെ ചിത്രങ്ങളാണ് ഇത് മക്കൾ എന്ത് കൃത്യമായിട്ട് പഠിച്ചേക്കാം. ലിയോണാർഡോ ഡാ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, ജിയോനെ ബെല്ലിനി, ബൈറോ ഡെല്ല ഫ്രാൻസിസ്കോ, അവരുടെ ചിത്രങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കാം. ആ ചിത്രങ്ങളുടെയൊക്കെ പ്രത്യേകം എന്താണ്? ലാൻഡ്സ്കേപ്പാണ്, യൂസ് ഓഫ് കളേഴ്സ്, ഇല്ലുസ്ട്രേറ്റ് ആണ്, ഭൂദൃശ്യങ്ങളാണ്, വർണ്ണങ്ങളും പ്രകാശത്തെയും അകലത്തെയും കൃത്യമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഡെപ്ത് ആയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക് ഡിപ്റ്റീഷൻ ആൻഡ് ഹ്യൂമൻ ബോഡി കൃത്യമായിട്ട് മനുഷ്യ ശരീരത്തെ യഥാർത്ഥ ചിത്രീകരണം വരച്ചിട്ടുണ്ട്. മാത്രമല്ല യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, എണ്ണ ചായങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ആയിരുന്നു വന്ന ചിത്രങ്ങൾ ഛായാചിത്രങ്ങളായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ആൻഡ് ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്, ആദർശികവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിൽ ദൈവത്തിന് ചിത്രീകരണം ആ കാലത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പെയിന്റിങ്സിൽ നിങ്ങൾ പഠിച്ചേക്കേണ്ടത് ആ ചിത്രകാരുടെ പേര് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി സ്കൾച്ചേഴ്സിൽ എൻ്റെ മക്കൾ ഇത് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ സ്കൾച്ചർ അഥവാ സ്കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശില്പകലകൾ വന്ന് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഡൊണാറ്റെല്ലോനാണ് ഗെറ്റാമലേത്ത, മൈക്കലാഞ്ചലാണ് പിയാത്ത. അത് മനസ്സിലാക്കിയേക്കാം. ഡൊണാറ്റലിന് 2 ചിത്രങ്ങൾ ചെന്ന് ചോദിക്കാം, ഈ ചിത്രം ആരുതാന്നുള്ളത് ചോദിക്കാം. അതിൻ്റെ എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. അതേപോലെ മൈക്കലാഞ്ചൽസിൻ്റെ എവിടെ ഉണ്ടോ വൈറ്റ് ആണ്, ഇതെന്താണ് ബ്രൗൺസ് ആണ്, എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. അതെൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. വസ്തുവിദ്യയിൽ 2 ചിത്രങ്ങൾ തന്ന് ചോദിക്കാം. ഫിലിപ്പോ ബ്രൂണോച്ചിനാണ് കത്തീഡ്രൽ ഫ്ലോറൻസ്, ഇതാണ് എന്ത് ആ പള്ളി മനസ്സിലാക്കിയേക്കാം. മൈക്കലാഞ്ചലോ ബ്രമേറ്റിനാണ് എന്ത് സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക, ഈ പള്ളി എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നവോത്ഥാന സാഹിത്യം. എൻ്റെ മക്കൾ ചോദിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു വെക്കുക, എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് റിനൈസൻസ് ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പണ്ട് കാലത്ത് ഡിനൈൻഡ് റാഷണലിസം ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, അതിനൊക്കെ മാറ്റം വന്നിട്ട് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂസ്, വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്ക് എന്ത് പ്രാധാന്യം നൽകി. ബ്രേക്കിംഗ് അവേ ഫ്രം ദ സ്കോളാസിസത്തിൽ നിന്നുള്ള മോചനം കൃത്യമായിട്ട് നടന്നു. പ്രയോറിറ്റി വാസ് ഗിവൺ ടു റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾക്ക് മുൻതൂക്കം നൽകി. മാത്രം ഗേവ് ഇമ്പോർട്ടൻസ് ടു പ്രോസ് ലിറ്ററേച്ചർ, ഗദ്യ സാഹിത്യത്തിൽ നിന്ന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കണ്ടല്ലോ, ദാന്തൻ്റെ ആണ് ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോൻ്റെ ആണ് ദ കമൻ സ്റ്റോറീസ്, മാക്കിയവെല്ലിയാണ് ദ പ്രിൻസ്, പെട്രാക്കാണ് ദ ലവ് പോയം ഫ്രം ലോറ. ഇതെന്ത് ചെയ്യുക എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതും പഠിച്ചു വെക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ടിക്ക് ചെയ്യാം. ആ ടിക്ക് ചെയ്ത് എന്തായാലും പഠിച്ചു വെക്കുക. ഇറാസ്മസിൻ്റെ നെതർലാൻഡാണ് ദ പ്രൈസ് ഓഫ് ഫോളി, തോമസ് മൂറിനാണ് ഒറ്റോപ്പിയ, ഇംഗ്ലണ്ടാണ് മനസ്സിലാക്കുക. സർവൻ്റെ ആണ് ഡോൺ കോയ്റ്റ അഥവാ സ്പെയിൻ എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഡോൺ ക്വിക്ഹോട്ട് അതെന്ത് ചെയ്യുക എൻ്റെ മക്കൾ ആ 3 എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചൊക്കെ ചോദിക്കും. നവോത്ഥാന ചരിത്രരചന നോക്കാണ്. ചരിത്രരചന എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കേണ്ടത് പ്രധാനമായിട്ട് ചരിത്രത്തെ പണ്ട് കാലത്ത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് എന്ത് ചെയ്ത് ഈ രീതിയിലേക്ക് എന്ത് ചെയ്ത് ഫോം ചെയ്ത്. അപ്പോൾ ചരിത്രരചന എൻ്റെ മക്കൾ ചോദിക്കാൻ മനസ്സിലാക്കിയേക്കാം. ആദ്യം ഇതാണ് വരച്ചേക്കാം. ബുക്കിൽ ചരിത്രരചനയെ കുറിച്ച് 4 മാർക്ക് എന്ത് ചോദിച്ചാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതി വെക്കുക. ഒന്ന് ആൻഷ്യൻ ഹിസ്റ്ററി, മിഡിവൽ പീരീഡ്, മോഡേൺ പീരീഡ്. 0 to 5th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ്. 0 to 5th സെഞ്ചുറിയിലെ കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, ആൻഷ്യൻ ഹിസ്റ്ററി എന്ന്. 50 to 15th സെഞ്ചുറി വരെ മിഡിവൽ ഹിസ്റ്ററി എന്നു. അങ്ങോട്ടേക്കുള്ള കാലഘട്ടമാണ് മോഡേൺ ഹിസ്റ്ററി എന്ന് വിളിക്കുക. ഇത് കണ്ടെത്തിയ 2 ആൾക്കാരാണ് ആരൊക്കെ, ഫ്ലാവിയോ ബിയാണ്ട ആൻഡ് ലിയാനാർഡോ ബ്രൂണി. അതെന്ത് ചെയ്യാൻ മക്കളെ മനസ്സിലാക്കി വെക്കുക. എവിടുന്നൊക്കെയാണ് തെളിവുകൾ കിട്ടിയത്, അത് മാറ്റാനുള്ള തെളിവുകളുടെ പുരാവസ്തു തെളിവുകളും അവിഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമായിരുന്നു. അത് ലിഖിതങ്ങൾ, നാണയങ്ങൾ, കയ്യെത്ത് പ്രതികൾ തുടങ്ങിയവയാണ് എന്ത് ചെയ്തത് ഈ ഓരോ കാലഘട്ടത്തിൽ എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ചേഞ്ച് ചെയ്തത് ഏത് തെളിവുകളാണ്, ഇൻസ്ക്രിപ്ഷൻ, കോയിൻസ്, ആൻഷ്യൻ മനുസ്ക്രിപ്റ്റ്സ് ആണ് എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കുക. ആ ചരിത്രരചന മാറ്റങ്ങൾ എന്ത് ചെയ്യുക വിവരിക്കുക എന്ന ചോദ്യം വരികയാണെങ്കിൽ, മാറ്റങ്ങൾ വിവരിക്കുക എന്ന ചോദ്യം ഈ ചോദ്യം വരികയാണെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് അത് ഇത് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഈ 2 ആൾക്കാരെ പേര് എഴുതി വെക്കുക, തെളിവ് കിട്ടിയത് എഴുതി വെക്കുക. അത് 4 മാർക്കൊക്കെ ആ രീതിയിൽ വെച്ച് വയ്ക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശാസ്ത്രം. നോക്കിക്കൊള്ളട്ടെ മക്കളെ, നോക്കിക്കൊള്ളേ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ആർട്ട് കഴിഞ്ഞു, പെയിൻറ്റിങ്സ് കഴിഞ്ഞു, സ്കൾച്ചർ കഴിഞ്ഞു, ആർക്കിടെക്ചർ കഴിഞ്ഞു, ലിറ്ററേച്ചർ കഴിഞ്ഞു, ഹിസ്റ്റോഗ്രാഫി കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് 2 സാധനം കൂടി എന്ത് ചെയ്ത് പഠിച്ചാൽ കഴിഞ്ഞു. അടുത്താണ് സയൻസ്. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. സയൻസ് എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സയൻസിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിച്ചോളി. സയൻസിൽ പണ്ട് കാലത്ത് എല്ലാവരും വിശ്വസിച്ചത് എന്താണ്, ഭൂമിൻ്റെ കേന്ദ്രം എന്താണ്, 16ാം നൂറ്റാണ്ട് വരെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നതിന്. ഈ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ ബിലീഫ് ദ എർത്ത് വാസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് വിചാരിച്ചിരുന്നത്. അത് കൃത്യമായിട്ട് കൊണ്ടുവന്നിരുന്നത് ആരെ ചോദിച്ചാൽ ടോളമിയുടെ ഇതിലായിരുന്നു എല്ലാവരും എന്ത് ചെയ്യുന്നത് അത് വിശ്വസിക്കുന്നത്. ഭൂകേന്ദ്രം ടോളമി പറഞ്ഞതിനനുസരിച്ച് വിശ്വസിക്കുന്നത്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്തു, പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള നിക്കോളസ് കോപ്പർനിക്കസ് എന്ത് ചെയ്തു, ഇതിനെ വെല്ലുവിളിച്ചു.
കോപ്പർനിക്കസ് എന്ത് ചെയ്തു, ഇത് കൃത്യമായിട്ട് എന്ത് ചലഞ്ച് ദ പ്രിവൈലിംഗ് ദ ഡോക്ട്രിൻ. അയാൾ പറഞ്ഞു ദ യൂണിവേഴ്സ് ഇൻ നോട്ട് ദ എർത്ത് ബട്ട് ദ സൺ. എർത്ത് അല്ല എന്ത് സെൻട്രല്, ഭൂമിയല്ല, മറിച്ച് ആരാണ്, സൂര്യനാണ് എന്ത് കേന്ദ്രം എന്ന് പറഞ്ഞു. തന്റെ നിരീക്ഷണത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തു അയാൾ പറഞ്ഞു ആ രീതിയിലാണെന്നുള്ളത്. ആ സമയത്ത് എന്ത് ചെയ്തു ആൾക്കാർ സമ്മതിച്ചില്ല. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു തെളിവുകളായിട്ട് കുറെ ആൾക്കാർ വന്നു. അതിന് പ്രധാനപ്പെട്ട ആളാണ് ഗലീലിയും ജോനാസ് ക്ലെപ്പർ എന്ത് ചെയ്തു ആ കാലത്ത് വിപ്ലവകരമായ വെളിപ്പെടുത്തൽ നടത്തി. എന്ത് ചെയ്തു വേഗതകൾ, ഗ്രഹങ്ങളുടെ വേഗത സൂര്യനിൽ നിന്നുള്ള ദൂരത്തെ ആശ്രയിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്തു അയാൾ കണ്ടെത്തി. ദ പ്ലാനറ്റ് സ്പീഡ് ഓഫ് പ്ലാനറ്റ് വേരിയസ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അതോടെ മനസ്സിലായി സണ്ണിനാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും ചുറ്റുന്നത് മനസ്സിലാക്കി. അതേ സമയത്ത് ഗലീലിയോ രൂപകൽപ്പന എന്താ ദൂരദർശനിലൂടെ എന്ത് ചെയ്തു വ്യാഴത്തിന്റെയും ശനിയുടെയും ഒക്കെ വളയങ്ങൾ കണ്ടെത്തി. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളും ശനിയുടെ വലയങ്ങളും കേട്ടോ, ഇൻക്ലൂഡിംഗ് ജൂപ്പിറ്റർ, സാറ്റലൈറ്റ് ഓഫ് ജൂപ്പിറ്ററും റിംഗ്സ് ഓഫ് സാറ്റേണും കണ്ടെത്തിയത് എന്ത് ചെയ്തു അതും എന്ത് ചെയ്തു ഈ കോപ്പർനിക്കസിന്റെ പിന്തുണ എന്ത് ചെയ്തു നടത്തി. സോ ഈ മാറ്റങ്ങൾ വന്നു. ഞാൻ ടോട്ടലായിട്ട് ഒന്നും കൂടി എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. 16th സെഞ്ചുറി വരെ നമ്മൾ വിചാരം ടോളമിയുടെ ഇതായിരുന്നു, എർത്ത് ആയിരുന്നു സെൻറ്റർ എന്നുള്ള സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. എർത്താണ് സെൻറ്റർ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടുന്നാണ് കോപ്പർനിക്കസ് എന്നത് പ്രൂവ് ആയിട്ട് മാറ്റിയത്. പ്രൂവ് ആയിട്ട് പറഞ്ഞു കോപ്പർനിക്കസ് പറഞ്ഞു എർത്ത് അല്ല സെൻറ്റർ, ആരാണ് സെൻറ്റർ, സൺ ഈസ് ദ സെൻറ്റർ എന്ന് പറഞ്ഞു. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എവിഡൻസ് ആയിട്ട് സപ്പോർട്ടായിട്ട് പ്രധാനമായിട്ട് രണ്ടാൾക്കാർ വന്നു. ഒന്ന് ഗലീലിയോ ആണ് ക്ലെപ്പർ എന്ത് ചെയ്തു സ്പീഡ് ഓഫ് പ്ലാനറ്റ് കൃത്യമായിട്ട് കണ്ടെത്തി. സ്പീഡ് ഓഫ് പ്ലാനറ്റ് എന്ത് ചെയ്തു കൃത്യമായിട്ട് കണ്ടെത്തി. ഓരോ പ്ലാനറ്റ് സ്പീഡ് എത്രത്തോളം മനസ്സിലാക്കിയിരുന്നു. ഗലീലിയോ എന്ത് ചെയ്തു ആ കാലത്ത് എന്ത് ചെയ്തു അയാളുടെ സ്വന്തമായിട്ടുള്ള ടെലിസ്കോപ്പിലൂടെ എന്ത് ചെയ്തു അന്നത്തെ സാറ്റലൈറ്റ് ഓഫ് ജൂപ്പിറ്ററും അതേപോലെ തന്നെ റിംഗ്സ് ഓഫ് സാറ്റേണും കൃത്യമായിട്ട് കണ്ടെത്തി. അത് എന്ത് ചെയ്തു കൃത്യമായിട്ട് പറയും. ലാസ്റ്റ് ഇതിനെന്ത് ചെയ്തു ഇതിനൊരു എന്താ പറയുക പ്രൂവ് അല്ലെങ്കിൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം കൃത്യമായിട്ട് എവിഡൻസ് ആയിട്ട് ആര് വന്നതാണ് ഐസക് ന്യൂട്ടന്. അതാണിത് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻസ് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതോടെ മനസ്സിലായി എന്ത് സണ്ണാണ് എന്ത് സെൻറ്റർ, സൺ ഈസ് ദ സെൻറ്റർ എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഷോർട്ട് എന്ത് ചെയ്യാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. റെഡി ആണല്ലോ. അതിന് ശേഷം എന്ത് ചെയ്തു മാറ്റങ്ങൾ ശാസ്ത്രങ്ങളാണല്ലോ അതിൽ ആസ്ട്രോണമിയിലെ ചേഞ്ച് ആണ്. അതേപോലെ തന്നെ വന്ന വൈദ്യശാസ്ത്ര രംഗത്ത് മാറ്റം കൊണ്ടുവന്നു. ശരീരഘടന പ്രത്യേകിച്ച് അതിൽ ഒരാളാണ് എന്ത് പാരാസെല്ലസ്. അത് ഗവേഷണം നടത്തിയ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ആൻഡ്രിയാസ് വെസ്ലെസ് ഒക്കെ ശരീരഘടനയെ കുറിച്ചിട്ട് എന്ത് ചെയ്തു പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കുക. ആ രണ്ട് പേരാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന് പാരാസെല്ലസ് അതേപോലെ ആൻഡ്രിയാസ് വെസ്ലെസ്. ആ പേരുകൾ എന്ത് ചെയ്യാൻ മക്കൾ മനസ്സിലാക്കിയേക്കാം. ഓക്കെ സെറ്റ് ആണല്ലോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പഠിക്കാൻ വേണ്ടി പോവാണ് മതനവീകരണം പ്രതിമത നവീകരണം. ഇപ്പൊ നമ്മൾ ആർട്ടിലും ലിറ്ററേച്ചറിലും അതേപോലെ എല്ലാ സ്കൾച്ചേഴ്സിലും ഒക്കെ വന്ന മാറ്റങ്ങൾ പറഞ്ഞു. റിനൈസൻസ് ആപ്പ് എന്ത് ചെയ്തു ചേഞ്ച് വന്നു. അതേപോലെ മതരംഗത്ത് എന്ത് ചെയ്യാണ് മാറ്റം വരികയാണ്. ആ കാലത്ത് ഏത് മതക്കാരനാണ് ഭരിച്ചിരുന്നത്, ഏത് സഭക്കാരനെ ഭരിച്ചത്, കാത്തലിക് ചർച്ച് ചെയ്യുന്നതാണ് ഭരിച്ചത്. ആ കാത്തലിക് ചർച്ച് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നമാണ് അന്ന് ഉടലെടുക്കുന്നത്. അപ്പൊ മതരംഗത്ത് എന്ത് ചെയ്യാണ് ആ കാലത്ത് എക്സ്റ്റംപ്റ്റഡ് റിലീജിയൻ ആൾസോ ആണ് യൂറോപ്പിൽ വരികയാണ്. എന്താണ് രംഗത്ത് വരുന്ന മാറ്റം? പ്രധാനമായിട്ടും 4 ആൾക്കാരാണ് ഈ മാറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്. ആ ആൾക്കാരുടെ പേര് പഠിച്ചേക്കണം. ഇറാസ്മസ്, അതേപോലെ ജോൺ വൈക്ലിഫ്, ജോൺ ഹോസ്റ്റ ആൻഡ് സാവനുള്ള. ഇവരൊക്കെ ആ കാലത്ത് എന്ത് ചെയ്തു പ്രാക്ടീസ് ആൻഡ് ബിലീഫ് ഓഫ് കാത്തലിക് ചർച്ചിനെ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ചെയ്തു. അവരുടെ കുറേ കാര്യങ്ങൾക്കെതിരെ എന്ത് ചെയ്തു ആ ഒരു പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടു. പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ, അത് കണ്ടിന്യൂ ഇഷ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഓഫ് ഇന്റലിജൻസ് വുഡ് കളക്ടഡ് മണി ഫോർ ബിലീവേഴ്സ്. ഇതാണ് എന്ത് ചെയ്തു സെയിൽസ് ഓഫ് ഇന്റലിജൻസ് പാപവിമോചന പത്രം വിറ്റിട്ട് പാവങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകം എന്ന് വെച്ചാൽ ഈ പത്രം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെഡി ഇൻ ദ ഇൻഡിവിജ്വൽസ് ഫോർ ദെയർ സിൻസ്. അവിടെ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും നശിച്ചാൽ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും മോചിപ്പെടുത്തുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. സിമ്പിളായിട്ട് പറയാം, അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കാത്തലിക് ചർച്ച് ഈ പത്രം വിറ്റിട്ടുണ്ട് ഇത് ആൾക്കാർ പൈസ വാങ്ങും. പൈസ വാങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ പത്രം വാങ്ങി നിങ്ങളെ മോചനം വരും എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇതാണ് ഇറാസ്മസ് പോലെ ആൾക്കാർ ചെയ്തത്, അതിനെ എതിർത്തത്. മാത്രമല്ല അവർ പ്രൊപ്പോസ് ചെയ്തതിന് എന്ത് ഈ പൈസ എന്തിനെ യൂസ് ചെയ്യുക, ഒന്ന് കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ. അത് എന്ത് ചെയ്തില്ല. അതൊന്നും പ്രശ്നം എങ്ങനെ പോയിനി. പക്ഷേ ഇതൊന്നും കൂടി വിൽക്കാൻ വേണ്ടിയിട്ട് ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ജോൺ ടെഡ്സൽ എന്ന് പറഞ്ഞ ഡൊമീഷ്യൻ മോങ്ങിന് എന്ത് ചെയ്തു അവർ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതിനെ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു കാത്തലിക് ചർച്ച് അന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഒരു ആൾക്കാരിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ പരിപാടിയാണ്. അതാണ് ഇറാസ്മസും പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ആ സമയത്താണ് ഈ ജോൺ വൈക്ലിഫിനെ പോലെ തന്നെ അടുത്ത നേതാവ് മാർട്ടിൻ ലൂതർ. ഇദ്ദേഹം 1517 ഒരു മൂവ്മെന്റ് ഇറക്കുന്നു. ആ മൂവ്മെന്റ് വിളിക്കുന്ന പേരാണ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്. അന്ന് ഒരു 95 തീസസ് ആ കാലത്ത് ഇവർ ചെയ്യുന്ന കാത്തലിക് ചർച്ച് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആ കാലത്ത് അയാൾ എഴുതിയിരുന്നത് ഏത് ഭാഷയിലായിരുന്നല്ലോ, ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരുന്നത്. പിന്നീട് ആരോ ഒന്ന് ജർമ്മനിലേക്ക് മാറ്റുകയും ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാവുന്ന എന്ത് ചെയ്തു ജനങ്ങളെല്ലാവരും എന്ത് ചെയ്തു അന്നത്തെ കാത്തലിക് ചർച്ചിനെതിരെ എന്ത് ചെയ്തു മൂവ്മെന്റിനെതിരെ എന്ത് ചെയ്തു അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിനെതിരെ എന്ത് ചെയ്തു
പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഇവർ അന്ന് കാത്തലിക് ചർച്ചിലുണ്ടായത് പുതിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത് പുതിയൊരു നാഷണൽ ചർച്ച് കൊണ്ടുവരാൻ എന്ത് ചെയ്തു, അവർ തീരുമാനം എടുത്തു. സ്വാഭാവികമായിട്ട് ആർക്ക് പേടിയായി? കാത്തലിക് ചർച്ചിന് പേടിയായി. കാത്തലിക് ചർച്ച് ഇതൊക്കെ ചെയ്ത പൈസക്ക് വേണ്ടിയിട്ടേനി. പക്ഷെ എന്ത് ചെയ്തു, ലാസ്റ്റ് എല്ലാ മതക്കാരും എന്ത് ചെയ്തു, ഇവർക്കെതിരെ എന്ത് ചെയ്തു, ആ മതത്തിലെ ആൾക്കാർ എന്ത് ചെയ്തു, ഇവർക്കെതിരെ നിന്നു. ആ സമയത്ത് ഇവർ തന്നെ എന്ത് ചെയ്താണ്, കൗണ്ടർ റിഫോർമേഷൻ, ഇവർ തന്നെ ഇറ്റ് സെൽഫായിട്ട് എന്ത് ചെയ്തു, മാറ്റം വന്നു. അവർ തന്നെ മാറ്റം വരുത്തിയതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, കൗണ്ടർ റിഫോർമേഷൻ എന്ന് വിളിച്ചത്. അഥവാ കത്തോലിക്ക സഭ സ്വയം നവീകരണത്തിൽ ആരംഭിച്ചു. ഇതിനാണ് പ്രതിമത നവീകരണം എന്ന് പറയാം. അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിൽ എന്ത് ചെയ്തു, വിളിച്ചു ചേർത്തു നോർത്തൻ ഇറ്റലി വെച്ചിട്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇവർ ഇതുവരെ ചെയ്ത പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, മാറ്റം വരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, പ്രതിമത നവീകരണത്തിന് കാത്തലിക് ചർച്ചിന് എന്ത് ചെയ്തു, സെയിൽസ് ഓഫ് ഇന്റലിജൻസ് വാസ് ബാൻഡ്. തൽഫലമായിട്ട് പാപവിമോചന വിൽപ്പന എന്ത് ചെയ്തു, നിരോധിച്ചു. ദ ലിസ്റ്റ് ഓഫ് ബുക്സ് ദ ഇൻഡെക്സ് ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡ് ബൈ ദ ബിലീവേഴ്സ് വാസ് പബ്ലിഷ്ഡ്. അപ്പോൾ ബുക്കുകൾ, വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത ബുക്കുകൾ ഇറക്കി. ആ ബുക്കിന് ഇൻഡെക്സ് എന്ന് വിളിച്ചു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഇൻക്വസിഷൻസ്, അവിടെ ഉണ്ടായിരുന്ന വിചാരണകളൊക്കെ എന്ത് ചെയ്തു, റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതൊക്കെ എന്ത് ചെയ്തു, റീഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറ്റുകയും ചെയ്തു. അന്നത്തെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് വന്ന ആളാണ് ഇഗ്നീഷ്യസ് ലോ. അതാണ് സൊസൈറ്റി ഓഫ് ജീസസ് ഒക്കെ ഇറക്കിയിട്ട് എന്ത് ചെയ്തു, ഇതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, മുൻപന്തിയിലേക്ക് എന്ത് ചെയ്തു, എത്തിച്ചു ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കൗണ്ടർ റിഫോർമേഷനെ കാത്തലിക് റിഫോർമേഷൻ, ആ കാത്തലിക് റിഫോർമേഷൻ്റെ ആ സഭേൻ്റെ റിഫോർമേഷൻ ആണല്ലോ, അതുകൊണ്ട് കൗണ്ടർ റിഫോർമേഷൻ കാത്തലിക് റിഫോർമേഷൻ എന്ന് അറിയപ്പെടാറുണ്ട്. സോ ഇതാണ് ഈ ചാപ്റ്റർ മൊത്തം എന്ന് പറഞ്ഞത്.